ലോകത്തിന്റെ മുഴുവൻ ആശങ്കയായി പശ്ചിമേഷ്യ മാറുകയാണ്. ഇറാൻ സംഘർഷത്തിൽ അമേരിക്ക കൂടി ഇടപെട്ടതോടുകൂടി ഇത് എങ്ങനെയൊക്കെയാണ് പ്രതിഫലിക്കാൻ പോകുന്നതെന്നാണ് നോക്കുന്നത്. അമേരിക്കയ്ക്ക് വിവിധ ഇടങ്ങളിലായി സൈനിക താവളങ്ങളുണ്ട്. ആ സൈനിക താവളങ്ങളുടെ സുരക്ഷ, ആ സൈനിക താവളങ്ങൾ ഈ യുദ്ധത്തിന് ഉപയോഗിക്കുമോ? ഇറാൻ തിരിച്ചടിക്കുകയാണെങ്കിൽ ഇറാനോട് ചേർന്ന് കിടക്കുന്ന പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഏതൊക്കെയെന്ന് പ്രധാനമായി നോക്കിയാൽ അതിലേറ്റവും കൂടുതലുള്ളത് ആകെ 19 എണ്ണമാണ് പശ്ചിമേഷ്യയിൽ ഉടനീളമായുള്ളത്. അതിലേറ്റവും കൂടുതൽ ശക്തിയുള്ളത് കുവൈറ്റിലുള്ള താവളങ്ങളാണ്. ഇവിടെ 5 താവളങ്ങളാണ് അമേരിക്കയ്ക്ക് സ്വന്തമായുള്ളത്. ഒപ്പം ബഹ്റൈനിലുണ്ട്, ഖത്തറിലുണ്ട്, ഒമാനിലുണ്ട്, UAE-യിലുണ്ട്, സൗദി അറേബ്യയിലും ഇറാഖിലുമുണ്ട്. മറ്റ് ചില രാജ്യങ്ങളിൽ കൂടിയുണ്ട്, ഈജിപ്തിലും തുർക്കിയിലുമൊക്കെ ഉണ്ട്. പക്ഷേ ഇറാനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഈ രാജ്യങ്ങളിൽ ഇത്ര ഏറെ സന്നാഹങ്ങൾ അമേരിക്കയ്ക്കുണ്ട്. ഇതിന്റെ അംഗബലം എന്ന് പറയുന്നത് ചെറുതല്ല. 50,000-ത്തിലധികം വരും ഈ അംഗബലം എന്ന് പറയുന്നത്. വിവിധ മേഖലകൾ, 3 മേഖലകളിൽ തിരിച്ചു നോക്കിയാൽ കരസൈന്യത്തിന്റെ കണക്കിലായിരുന്നാലും, വായുസേനയുടെ കണക്കിലായിരുന്നാലും, നാവികസേനയുടെ കണക്കിലായിരുന്നാലും 50,000-ത്തോളം പേരാണ് ഇറാന് സമീപമുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ മുഴുവനായി വ്യാപിച്ചു കിടക്കുന്നത്. അത് ആ മേഖലകളിൽ മാത്രമല്ല. തീർച്ചയായിട്ടും ഒരുപക്ഷെ ഇറാന്റെ അടുത്ത ആക്ഷൻ ഉണ്ടാകുകയാണെങ്കിൽ, അമേരിക്കക്കെതിരെ ഒരു ഡയറക്റ്റ് ആക്ഷൻ ഉണ്ടാകുകയാണെങ്കിൽ ഈ പശ്ചിമേഷ്യയിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ കാണുന്ന അമേരിക്കയുടെ സൈനിക താവളങ്ങളെ ആക്രമിച്ചായിരിക്കാം എന്നതാണ് വിലയിരുത്തുന്നത്. ഈ സൈനിക താവളങ്ങളുടെ സുരക്ഷ ഇത് കണക്കിലെടുത്തുകൊണ്ട് അമേരിക്ക നേരത്തെ തന്നെ വർദ്ധിപ്പിച്ചിരുന്നു, അല്ലേ? അതെ. അതായത് എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ അത് അമേരിക്കയെ മാത്രമല്ല ബാധിക്കുക, ഈ പശ്ചിമേഷ്യയിലുള്ള മുഴുവൻ രാജ്യങ്ങളെയും ബാധിക്കും. അവിടെയുള്ള പ്രവാസി സമൂഹത്തെ ബാധിക്കും, ഇന്ത്യയിൽ നിന്നുള്ള പ്രവാസികളെ ബാധിക്കും. 21 GCC രാജ്യങ്ങളും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ മേഖലയിലെ സംഘർഷം അവസാനിപ്പിക്കണം, ഇറാന് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകുന്നു. ഇനി ആ ചർച്ചകളും മധ്യസ്ഥ ശ്രമങ്ങളും ഒക്കെ എത്രത്തോളം വേഗത്തിൽ ഫലം കാണുമെന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഏതായാലും പശ്ചിമേഷ്യയിൽ ഇപ്പോഴും ഒരു വലിയ യുദ്ധത്തിന്റെ, ഫുൾ ഫ്ലഡ്ജഡ് ആയ യുദ്ധത്തിന്റെ ആശങ്കയുടെ മുൻപായി പശ്ചിമേഷ്യ മാറുകയാണ്. തീർച്ചയായും.